ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? നമ്മളില്ലേ ഒരു മാസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ബഹ്റൈനിൽ നിന്ന് വീഡിയോ ഇട്ടതാട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ താത്താങ്ങൾ വീഡിയോ ഇടാത്തത് വന്ന് ഇറങ്ങിയത് ഹോസ്പിറ്റൽ കേസായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാഴ്ചയോളം അങ്ങനെ പോയി. അൽഹംദുലില്ലാ അതൊക്കെ ഒന്ന് ശരിയായി വന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവാറായിട്ടോ. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്താണ്. ഞാനെൻ്റെ കറിവേപ്പില പോയ വിഷമത്തിലിരിക്കുകയായിരുന്നു. ഞാൻ 10-15 കൊല്ലം വരെ ഒരു കറിവേപ്പിൻ്റെ ഇല നല്ല തിളച്ച് വളരുന്ന ഒരു കറിവേപ്പിൻ്റെ ഇലയായിരുന്നു കേട്ടോ. ആ കറിവേപ്പില നമ്മളിവിടെ ഇട്ടെറിഞ്ഞ് പോയതല്ലേ. അപ്പോൾ ഈ വാടകക്കാർ അതിൻ്റെ ചുവട്ടിലിട്ട് തീ കത്തിച്ചിട്ട് എന്താണെന്ന് അറിയില്ല, അത് കരിഞ്ഞ് പോയി മക്കളെ. അപ്പോൾ ഞാനിപ്പോൾ എന്താ കാട്ടിയെന്ന് അറിയാം, കൂട്ടമൊക്കെ നമ്മൾ കടയിൽ നിന്ന് കറിവേപ്പില മേടിക്കില്ല. അപ്പോൾ അതിലേക്ക് നല്ലൊരു മൂത്ത കൊമ്പ് കിട്ടിക്ക്, നല്ല മൂത്ത കൊമ്പ്. അത് ഞാൻ കത്രിക വെച്ചിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഷേപ്പാക്കിയിട്ട് പിന്നെ കുറച്ച് ഉള്ളി, നമ്മൾ സവോളല്ലേ ഉള്ളി, അതൊരു അര കഷ്ണം അതിൻ്റെ ഉള്ളിൽ കണ്ട് താത്തിയിട്ട് അന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചതാണ്. പക്ഷെ ആരും വിശ്വസിക്കില്ല, ഉള്ളതാണ് കേട്ടോ. അത് ഞാനെന്ത് ചെയ്തെന്ന് അറിയാം, അത് എന്താണ് സവാളയുടെ മൂടാണ്ട് ചെത്തിയിട്ട് ഒരു അര മുറിയുള്ളൂ കേട്ടോ. അതിൻ്റെ പിന്നെ കറിവേപ്പിലയുടെ കൊമ്പ് അതിൻ്റെ ഉള്ളിൽ കണ്ട് താത്തിയിട്ട് കുറച്ച് കുഴി കുത്തിയിട്ടാണ് കുഴിച്ചിട്ട്. ഇപ്പം പിന്നെ ഒരു 2 ആഴ്ച ഉണ്ടാവും കുഴിച്ചിട്ട്. ഇപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ നല്ല തെഴുത്ത ഇല വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും തയ്യന്നെ കുഴിച്ചിടാൻ നോക്കണ്ട. നല്ല മൂത്ത കൊമ്പുണ്ടെങ്കിൽ കറിവേപ്പില ഉണ്ടാവുന്നത് ഉറപ്പാണ്. ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷം എന്താ ഞാൻ ചെയ്യുക കറിവേപ്പിലക്ക് എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കറിവേപ്പിലൊക്കെ കുഴിച്ചിട്ട് മക്കളെ എനിക്ക് എന്തൊരു കിതന്നറിയോ. കറിവേപ്പില പോയി നോക്കുമ്പോൾ തെഴുത്ത് വന്ന് നോക്കുമ്പോൾ അതിലേറെ സന്തോഷമായി കേട്ടോ. കാരണം ഒന്ന് പോയി നോക്കുമ്പോൾ നമ്മൾ കൊമ്പ് കുഴിച്ചിട്ട് പൊടിച്ചില്ലേ, മാഷാ അല്ലാ, അത്ര മതി. അപ്പം ഞാൻ കുറച്ച് നായക്കളെ നമ്മളെ വടപ്പുറത്ത് അപ്പളേ പിന്നെ കൊമ്പൊക്കെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് കയറിയത് രാവിലെ തന്നെ അതിനിറങ്ങിയതാട്ടോ. ഇപ്പം ഇനി നമുക്ക് പോവാറായി മക്കളെ. ഇൻഷാ അല്ലാ ഈ മാസം ലാസ്റ്റ് പോവാറായി. ചായ കുടിക്കാൻ മക്കളെ വിളിക്കാം. ഞാൻ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇതുവരെ ഹോസ്പിറ്റലിൽ കഴിച്ച് ഓരോ തിരക്കായിട്ട് വന്നതിൻ്റെ ശേഷം ഒരു ഒഴിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വളപ്പിൽ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ എന്താ ഒന്നും ശരിയായിട്ടില്ല. ഒക്കെ ഒരു അതിയിൽ നിൽക്കുന്നുണ്ട്. നമ്മളിവിടെ വാണിയപ്പോഴാണ് നമ്മളെ പരിസരവും നമ്മളെ മുറ്റമൊക്കെ നല്ല വൃത്തിയാവുള്ളൂ. എന്ത് ചെയ്യാനാ, അങ്ങനെ പോയി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ജീവിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. കൊമ്പ് കുഴിച്ചിട്ട് ഉണ്ടായതാണ് കേട്ടോ പൊന്നു മക്കളെ. അത് കണ്ടില്ല തേത്തിക്കണതാ, ഇത് അണച്ചം പൊട്ടിക്കണു. ഈ ഇലയൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് വന്നതാണ്, ഇതാ വിരിഞ്ഞ് വരുന്നു. അപ്പോൾ കറിവേപ്പിലയുടെ കൊമ്പ് കുഴിച്ചിടാത്തവർ നല്ല മൂത്ത കൊമ്പുണ്ടെങ്കിൽ അത് കുഴിച്ചിട്ടോളി, നന്നായി വളരും. അതാ മാഷാ അല്ലാ, ഞാൻ 2 ആഴ്ച ആയിട്ടുള്ളൂ. ഞാൻ വന്നതിൻ്റെ ശേഷമാണ് ഈ കൊമ്പ് കുഴിച്ചിട്ടത്. ഇതാ ഒരു അണച്ചം പൊട്ടിക്കണു, ഇതവിടെ അണച്ചം വരുന്നുണ്ട്. പിന്നെ ഈ ഇലയൊക്കെ ഞാനിതാ വെച്ചതിൻ്റെ ശേഷം ഈ ഇലയൊക്കെ വരുന്നത്. മാഷാ അല്ലാ. അപ്പം ഇനി ഇത് ഈ മഴക്കാലം പോയതിൻ്റെ ശേഷം നമുക്ക് ഒഴിച്ചിട്ട് കഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ കൊമ്പ് കുഴിച്ചിട്ടാലും ഉണ്ടാവും കേട്ടോ. എനിക്ക് വളരെ സന്തോഷം. കാരണം ഞാൻ ഈ മരത്തിൽ അതിമൊക്കെ കാണിച്ചു കൊടുത്താൽ ആ മൂച്ചിയുടെ കൊമ്പിൻ്റെ അത്ര പോകുന്നൊരു കറിവേപ്പുണ്ടായിരുന്നു നിർത്ത്. ഈ മൂച്ചിക്കൊമ്പിൻ്റെ അത്ര പോകുന്നൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില ഞാൻ പോകുമ്പോൾ 2 വർഷമായിട്ട് പെട്ടെന്ന് വളർന്നിട്ട് ആ മരം. ഞാൻ ഈ തറ ഇടുമ്പോൾ കുഴിച്ചിട്ട ഈ കറിവേപ്പിലയുടെ തയ്യായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാടെന്താ വെച്ചിട്ട് അങ്ങനെ ഞാനിത് ഇവിടെ ഇട്ടെറിഞ്ഞ് പോയി. നമ്മളെ പെരയിൽ വാടകക്കാരുണ്ടായിരുന്നു, അവർ ശ്രദ്ധിക്കൂലല്ലോ. അപ്പോൾ അതങ്ങനെ പോയി കിട്ടി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നതിൻ്റെ ശേഷം കഴിഞ്ഞ പ്രാവശ്യം വന്ന് നോക്കുമ്പോഴും വളരെ വിഷമമുണ്ടായിരുന്നു കേട്ടോ. ആ കറിവേപ്പിലൊന്ന് പിടിച്ച് കിട്ടാൻ എന്തൊരു പാടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ കറിവേപ്പില തൈ പോയി. ഇങ്ങോട്ട് അതിൻ്റെ വേരുമ്മ ഇത് പറ്റ പോയിരുന്നു കേട്ടോ. ഇതിങ്ങോട്ട് ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ ശേഷം മത്തിയുടെ വെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ ലെവലിലേക്കായിട്ട് അതിൻ്റെ വരുമ്പോൾ പൊട്ടിയതാണ്. അവരൊക്കെ പറഞ്ഞു ഒന്നുമില്ല, അത് കരിഞ്ഞു പോയിക്കണു. ഞാൻ വന്നതിൻ്റെ ശേഷം മണ്ണിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു വേര്, അത് എടുത്തിട്ട് ഇപ്പം ഉണ്ടാക്കിയ മുതലാണ്. നമ്മൾ ഉണ്ടാക്കണ പോലെയാണ് എല്ലാ കാര്യങ്ങളും കേട്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കറിവേപ്പില പൊട്ടിക്കാം. കാരണം ഇനി ഇത് വലുതായി വളർന്ന് 1 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതിൽ നിന്ന് ഇല ഊരാൻ പാടുള്ളൂ.
ഇല ഊരുമ്പോൾ തന്നെ ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ ഒടിക്കണം ഇതിമെന്ന് ഇങ്ങനെ ഊരരുത്, ഊരിയാൽ പിന്നെ കിട്ടൂല, പിന്നെ വളരൂല. അപ്പം ഇത് മൂത്ത കൊമ്പായത് കാരണം ഇതിൻ്റെ വേരുമ്മ പൊടിച്ചതാണ്. അതാണ് അത്ഭുതം കേട്ടോ. കാരണം പട്ടി നോക്കി ഇത്ര പോകുന്ന കൊമ്പായിരുന്നേ. ആൾക്കാരൊക്കെ ഈ തോട്ടിയിട്ട് പൊട്ടിച്ച കൊമ്പാണ്. പെട്ടെന്ന് ഇതിൻ്റെ കടക്കൽ തീയിട്ടിട്ടോ എന്താണെന്നറിയില്ല, അത് കരിഞ്ഞു പോയി. ഇങ്ങോട്ട് ഞാനിപ്പോൾ വന്നതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, പിന്നെ കറിവേപ്പിലയുടെ കൊമ്പോടുക്കനെ ഞാൻ കടയിൽ നിന്ന് മേടിച്ചു. നല്ല മൂത്ത കൊമ്പാത് കേട്ടോ. അപ്പോൾ ഈ കൊമ്പ് ഞാൻ എന്താ ചെയ്തിട്ടാ ഒപ്പം വെച്ച് കത്തി വെച്ചിട്ട് ഒന്നതിൻ്റെ ഷേപ്പാക്കി കൊടുത്തു, ഒരേപോലെ ഒപ്പം വെച്ചിട്ട്. ഇങ്ങോട്ട് ഞാനതൊന്നുണ്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ. മാഷാ അല്ലാ, ഇതിമ ഇത് നിറച്ച് പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ, അടിയിൽ നിന്നൊക്കെ പൊടിച്ച്. അപ്പോൾ കൊമ്പ് കുഴിച്ചിട്ടാലും ഉണ്ടാവും മക്കളെ. നിങ്ങളൊന്നും അങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, ഒരു അടിപൊളി മാഷാ.